ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും വലിയ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത് മാർക്കറ്റ് ന്യൂസ് തുടക്കാം. ഇന്ന് നിഫ്റ്റി വളരെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ തന്നെ നിഫ്റ്റി നല്ലൊരു ഇടിവുണ്ടായി. അതിനെ ചൂട് പിടിച്ച് ഇന്ന് 1.3% ഫോൾ നടത്തി നിഫ്റ്റി 336 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 25,471 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 6186 ക്ലോസ് ചെയ്തപ്പോൾ 553 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 1032 പോയിൻറ്റ്സ് കുറഞ്ഞ് 59,438 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പും നല്ല ഇടിവ് കണ്ടു. 311 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. 17,032 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 13.29 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 13 പോയിൻറ്റ്സിൻ്റെ ഹൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. സെൻസെക്സ് 82,626 ക്ലോസ് ചെയ്യുമ്പോൾ 1048 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DI എന്ന് 5,553 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIയുടെ ഭാഗത്തു നിന്ന് കനത്ത സെല്ലിംഗ് ആണെന്ന് ഉണ്ടായത്. 7,395 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഇന്ന് FIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സിന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി മെറ്റൽ ആണ് ഏറ്റവും കൂടുതൽ ഇടിയുണ്ടായത്. എബോവ് 3% ഫോൾ നടത്തി. നിഫ്റ്റി എനർജി, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 2% ഫോളാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ എന്ന് 28,234 ക്ലോസ് ചെയ്യുമ്പോൾ 269 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 742 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,709 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 28,126 ക്ലോസ് ചെയ്തപ്പോൾ 258 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 50,902 ക്ലോസ് ചെയ്തപ്പോൾ 983 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 123 പോയിൻറ്റ്സ് കുറഞ്ഞ് 14,384 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 9542 ക്ലോസ് ചെയ്തപ്പോൾ 120 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 478 പോയിൻറ്റ്സ് കുറഞ്ഞ് 32,681 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 11 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1,462 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ എന്ന് 406 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,872 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 229 പോയിൻറ്റ് കുറഞ്ഞ് 11,976 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,194 ക്ലോസ് ചെയ്തപ്പോൾ 191 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 9166 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 823 ക്ലോസ് ചെയ്തപ്പോൾ 18 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണിക്കാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ നിഫ്റ്റി 25,867 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,935 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,953 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,807 ക്ലോസ് ചെയ്തു. ഇന്ന് 25,471 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ആകെ 223 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് ഉണ്ടായത്. 0.87% ഫോള് കണ്ടു. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,471 ക്ലോസ് ചെയ്യുമ്പോൾ 2.52% ഫോള് ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2025 മാർച്ച് 1 തീയതി 22,124 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,471 നിൽക്കുമ്പോൾ 15.13% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 637 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,272 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് 2.57% റാലി നടത്തി. ഏഷ്യ മോട്ടോഴ്സ് 1.54% റാലി നടത്തി. SBI ലൈഫ് 0.60%, SBI 0.52%, സിപ്ല 0.11% ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽ 0.05% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡൽകോ 5.74% ഫോളോ കണ്ടു. HUL 4.34% ഫോളോ നടത്തി. ഇറ്റേണൽ 4.30%, അദാനി എൻ്റർപ്രൈസ് 3.40%, ONGC 3.24%, കോൾ ഇന്ത്യ 2.43%, ടാറ്റ സ്റ്റീൽ 2.37%, പവർ ഗ്രിഡ് 2.28%, വിപ്രോ 2.28% ആൻഡ് ടൈറ്റൻ 2.26% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഴ്ചയുടെ സമ്മറികൾ നോക്കിക്കഴിഞ്ഞാൽ DIA FIA ഈ ആഴ്ച സമ്മറി നോക്കിക്കഴിഞ്ഞാൽ DII വെനസ്ഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ബൈയിങ്ങിലായിരുന്നു. FIA ഈ ആഴ്ച ഇന്ന് മാത്രം സെല്ലിങ്ങിലായിരുന്നു. ബാക്കി എല്ലാ ദിവസവും ബൈയിങ് മോഡലായിരുന്നു. എന്നാൽ DII ആകെ 6,881 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഈ ആഴ്ച. FIA ഈ ആഴ്ച 4,019 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു.
ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നിഫ്റ്റി ബാങ്ക് 66 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടാക്കി 0.11% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 64 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 0.11% ഫോള് കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 94 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 0.56% റാലി നടത്തി. സെൻസെക്സ് 953 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. 1.14% ഫോള് കണ്ടു. ഇത് ഈ ആഴ്ചത്തെ മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നിഫ്റ്റി എനർജി, നിഫ്റ്റി FMCG, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീൻ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ ഏറ്റവും വലിയ ഇടിവുണ്ടായത് നിഫ്റ്റി ITയുടെ ഭാഗത്തു നിന്നാണ്. 8.23% വലിയൊരു ഇടിവാണ് കണ്ടത്. എന്നാൽ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി മീഡിയ എബോവ് 5% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ ഇന്ന് ഈ ആഴ്ച 714 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 2.60% റാലി നടത്തി. നിഫ്റ്റി എനർജി 741 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 2% ഫോള് കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 319 പോയിൻറ്റ്സ് ചേർന്ന് 1.15% റാലി നടത്തി. നിഫ്റ്റി FMCG 980 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.89% ഫോളോ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 244 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 1.73% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 1 പോയിൻറ്റ്സ് ഉയർന്ന് 0.02% റാലി നടത്തി. നിഫ്റ്റി IT 229 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത് 8.23% ഫോളോ കണ്ടു. നിഫ്റ്റി മീഡിയ 72 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 5.18% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 70 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 0.59% ഫോളോ കണ്ടു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 231 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 1.90% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 233 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 1.06% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 290 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 3.27% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻറ്റ് കുറഞ്ഞ് 0.15% ഫോളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ആഴ്ചത്തെ സെക്ടർ വൈസ് ഇൻഡെക്സിൻ്റെ സമ്മറിയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.